ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്നത്തെ ക്ലാസ്സിൽ മോർണിംഗ് ചലഞ്ചിന്റെ മറ്റൊരു ക്ലാസ് ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. മക്കളെ, നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നോട്ട്ബുക്കിലേക്ക് എഴുതി പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. DPEP നിലവിൽ വന്ന വർഷം ഏതാണ്? DPEP നിലവിൽ വന്ന വർഷം ഏതാണ്? 1994 DPEP നിലവിൽ വരുന്നത്. DPEP നിലവിൽ വന്ന വർഷം 1994. ടാക്സോണമി എന്ന ആശയം വികസിപ്പിച്ചത് ആരാണ്? ബെഞ്ചമിൻ എസ് ബ്ലൂം ആണ്. ടാക്സോണമി എന്ന ആശയം ബെഞ്ചമിൻ ബ്ലൂമിൻ്റെതാണ്. ആരുടേതാണ്? ബെഞ്ചമിൻ ബ്ലൂംസ് ടാക്സോണമി എന്നല്ല അറിയപ്പെടുന്ന ബെഞ്ചമിൻ ബ്ലൂമിൻ്റെതാണ് ബ്ലൂംസ് ടാക്സോണമി. പക്ഷേ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻകാർക്ക്, സയൻസുകാർക്ക്, ഫിസിക്കൽ സയൻസുകാർക്ക് മക്കോമാർക്ക് ആൻഡ് യാജറിന്റെ ടാക്സോണമിയും കൂടെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ടാക്സോണമി എന്ന ആശയം വികസിപ്പിച്ചത് ബെഞ്ചമിൻ ബ്ലൂം ആണെന്ന് പഠിച്ചു വെക്കാം. അപ്പൊ DPP നിലവിൽ വന്ന വർഷം 1994. ടാക്സോണമി എന്ന ആശയം വികസിപ്പിച്ചത് ആരാണ്? ബെഞ്ചമിൻ ബ്ലൂം ആണെന്ന് പഠിക്കുക. അടുത്തതാണ്, ഘടനാവാദത്തിന് ഏറ്റവും അധികം പ്രചാരം നൽകിയ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? അപ്പൊ നമ്മൾ ഘടനാവാദം ആരുടെ, സ്ട്രക്ചറലിസം ആരുടെയാണെന്നാണ് പഠിച്ചത്? വില്യം വൂണ്ടിൻ്റെതാണ് അല്ലെ. ഘടനാവാദം ആരുടേതാണ്? വില്യം വൂണ്ടിൻ്റെതാണ് ഘടനാവാദം. എന്നാൽ ക്വസ്റ്റ്യൻ എന്താ? ഘടനാവാദത്തിന് ഏറ്റവും അധികം പ്രചാരം നൽകിയ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഘടനാവാദത്തിന് ഏറ്റവും അധികം പ്രചാരം നൽകിയ മനഃശാസ്ത്രജ്ഞൻ എഡ്വേർഡ് ബി ടിച്ച്നർ ആണ്. എഡ്വേർഡ് ബി ടിച്ച്നർ ആണ് ഘടനാവാദത്തിന് ഏറ്റവും അധികം പ്രചാരം നൽകിയതിൽ പ്രമുഖൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, DPP നിലവിൽ വന്നത് 1994. ടാക്സോണമി എന്ന ആശയം വികസിപ്പിച്ചത് ബെഞ്ചമിൻ ബ്ലൂം ആണ്. അടുത്തതായി പഠിച്ചു, ഘടനാവാദം ആരുടേതാണ്? ഇദ്ദേഹത്തിൻ്റെതാണ്, വില്യം വൂണ്ടിൻ്റെതാണ്. ഘടനാവാദത്തിന് ഏറ്റവും അധികം പ്രചാരം നൽകിയത് ആരാണ്? എഡ്വേർഡ് ബി ടിച്ച്നർ ആണ്. മനുഷ്യനിലുള്ള സമ്പൂർണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത്. മനുഷ്യനിലുള്ള സമ്പൂർണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. ആരാണ്? സ്വാമി വിവേകാനന്ദനാണ് അഭിപ്രായപ്പെട്ടത്. ഏത്? മനുഷ്യനിലുള്ള സമ്പൂർണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ട മനുഷ്യനിലുള്ള സമ്പൂർണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേക. പഠിച്ചു വെക്കുക കേട്ടോ. ഞാനിപ്പോൾ ഓർത്ത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മെഗാ മാരത്തോണിൽ ഇതെല്ലാം കൂടെ ഇൻവോൾവ് ചെയ്യുമ്പോൾ നിങ്ങളതെല്ലാം കൂടെ ബൈഹേർട്ട് ചെയ്തവർക്ക് ഒരു പ്രയാസമാണ്. എന്നാലും നമ്മൾ ബൈഹേർട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഞാൻ പെട്ടെന്ന് അത് ഓർത്തപ്പോഴാണ് ചിരി വന്നത്, വേറൊന്നും വിചാരിക്കണ്ട. ഓക്കെ, അങ്ങനെ പഠിച്ചു പോകാം. ആദർശവാദത്തിലെ വിദ്യാഭ്യാസ മാധ്യമം എന്താണ്? ആദർശവാദത്തിലെ വിദ്യാഭ്യാസ മാധ്യമം എന്താണ്? ഏത് മാധ്യമത്തിലൂടെയാണ് പഠിപ്പിക്കുന്നതെന്നാണ്? മാതൃഭാഷയാണ്. ആദർശവാദത്തിലെ വിദ്യാഭ്യാസ മാധ്യമം എന്ന് പറയുന്നത് മാതൃഭാഷയാണ്. സംഘ അന്വേഷണ മാതൃക, ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ വികസിപ്പിച്ചത് ആരാണ്? സംഘ അന്വേഷണ മാതൃക അഥവാ ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ അവതരിപ്പിച്ചത് അല്ലെങ്കിൽ വികസിപ്പിച്ചത് ഹെർബർട്ട് തെലനാണ്. ഹെർബർട്ട് തെലനാണ്. സംഘ അന്വേഷണ മാതൃക വികസിപ്പിച്ചത് ഹെർബർട്ട് തെലനാണ് എന്ന് പഠിച്ചു വെക്കുക. വിദ്യാഭ്യാസത്തിന്റെ തടവറ എന്ന് വിദ്യാലയത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. വിദ്യാഭ്യാസത്തിന്റെ തടവറ എന്ന് വിദ്യാലയത്തെ വിശേഷിപ്പിച്ചത് ടാഗോർ ആണ്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. DPP നിലവിൽ വന്നത് 1994. ടാക്സോണമി എന്ന ആശയം വികസിപ്പിച്ചത് ബെഞ്ചമിൻ ബ്ലൂം ആണ്. ഘടനാവാദത്തിന് ഏറ്റവും അധികം പ്രചാരം നൽകിയത് എഡ്വേർഡ് ബി ടിച്ച്നർ ആണ്. മനുഷ്യനിലുള്ള സമ്പൂർണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദൻ. മനുഷ്യനുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. LPUPയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എഴുതി വെച്ച് പഠിക്കുക.
മനുഷ്യനിലുള്ള സമ്പൂർണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. ആദർശവാദത്തിലെ വിദ്യാഭ്യാസ മാധ്യമം എന്ന് പറയുന്നത് മാതൃഭാഷയാണ്. സംഘ അന്വേഷണ മാതൃക അഥവാ ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ ആരുടേതാണ്? ഹെർബർട്ട് തെലന്റെയാണ്. വിദ്യാഭ്യാസത്തിന്റെ തടവറ എന്ന് വിദ്യാലയത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ടാഗോർ ആണ്. വിദ്യാഭ്യാസത്തിന്റെ തടവറ എന്ന് വിദ്യാലയത്തെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. പഠനത്തിൽ പിന്നോക്കരായ വിദ്യാർത്ഥികളെ കുറിച്ച് പഠനം നടത്തിയത് ആരാണ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സിറിൽ ബർട്ട് ആണ്. സിറിൽ ബർട്ട്. പഠനത്തിൽ പിന്നോക്കരായ വിദ്യാർത്ഥികളെ കുറിച്ച് പഠനം നടത്തിയത് ആരാണ്? സിറിൽ ബർട്ട് ആണ്. പഠനത്തിൽ പിന്നോക്കരായ വിദ്യാർത്ഥികളെ കുറിച്ച് പഠനം നടത്തിയത് സിറിൽ ബർട്ട് ആണ്. ക്രമാനുബന്ധ പഠനത്തിന് അടിസ്ഥാനമായിട്ടുള്ള ആശയങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തന്നെ റിപ്പീറ്റഡ് ആക്കിയിട്ടുണ്ട്. ഒരുപാട് വട്ടം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ക്രമാനുബന്ധ പഠനത്തിന് അടിസ്ഥാനമായിട്ടുള്ള ആശയങ്ങൾ ആരുടെയാണ്? സ്കിന്നറുടെ ആശയങ്ങളാണ്. ക്രമാനുബന്ധ പഠനത്തിന് അടിസ്ഥാനമായിട്ടുള്ള ആശയങ്ങൾ ആരുടേതാണ്? സ്കിന്നറുടേതാണ് എന്ന് പഠിക്കുക. ഓക്കെ, പഠനത്തിൽ പിന്നോക്കരായ വിദ്യാർത്ഥികളെ കുറിച്ച് പഠനം നടത്തിയത് ആരാണ്? സിറിൽ ബർട്ട് ആണ്. ക്രമാനുബന്ധ പഠനത്തിന് അടിസ്ഥാനം സ്കിന്നറിയൻ ആശയങ്ങളാണ്. ആദർശവാദത്തിലെ വിദ്യാഭ്യാസ മാധ്യമം മാതൃഭാഷയാണ്. സംഘ അന്വേഷണ മാതൃക വികസിപ്പിച്ചത് ഹെർബർട്ട് തെലൻ ആണെന്ന് പഠിച്ചു വയ്ക്കുക. വിദ്യാഭ്യാസത്തിന്റെ തടവറ എന്ന് വിദ്യാലയത്തെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഘടനാവാദത്തിന് ഏറ്റവും അധികം പ്രചാരം നൽകിയത് എഡ്വേർഡ് ബി ടിച്ചനർ ആണ്. മനുഷ്യനിലുള്ള സമ്പൂർണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. പിന്നെ DPP നിലവിൽ വന്നത് 1994 ടാക്സോണമി എന്ന ആശയം വികസിപ്പിച്ചത് ബെഞ്ചമിൻ ബ്ലൂം ആണ്. പഠിച്ചു വയ്ക്കണേ, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ കുഞ്ഞുങ്ങളെ. ഒന്നുകൂടെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പുറകിലോട്ട് പറഞ്ഞു പോകുമ്പോൾ താങ്ക് യു ആവും. അപ്പൊ പറയാം. DPP നിലവിൽ വന്ന വർഷം 1994. ടാക്സോണമി എന്ന ആശയം വികസിപ്പിച്ചത് ആരാണ്? ബെഞ്ചമിൻ. എന്റെ കൂടെ ചുണ്ടനക്കി സ്കിപ്പ് ആക്കാതെ ചുണ്ടനക്കി പറഞ്ഞു. ബെഞ്ചമിൻ എസ് ബ്ലൂം ആണ്. ഘടനാവാദം ആരുടെ? വില്യം വൂണ്ടിന്റെ. പക്ഷെ പ്രചാരം നൽകിയത് അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന എഡ്വേർഡ് ടിച്ചനർ ആണ്. മനുഷ്യനിലുള്ള സമ്പൂർണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദൻ. ആദർശവാദത്തിലെ വിദ്യാഭ്യാസ മാധ്യമം മാതൃഭാഷ. സംഘ അന്വേഷണ മാതൃക വികസിപ്പിച്ചത് ഹെർബർട്ട് തെലൻ ആണ്. വിദ്യാഭ്യാസത്തിന്റെ തടവറ എന്ന് വിദ്യാലയത്തെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. പഠനത്തിൽ പിന്നോക്കരായ വിദ്യാർത്ഥികളെ കുറിച്ച് പഠനം നടത്തിയത് സിറിൽ ബർട്ട് ആണ്. ക്രമാനുബന്ധ പഠനത്തിന് അടിസ്ഥാനമായ ആശയങ്ങൾ സ്കിന്നറുടെ ആശയങ്ങളാണ് എന്ന് പഠിച്ചു വയ്ക്കുക. ഭാഷാപര പഠനം. ഓക്കെ, ഭാഷാപര പഠനം, സ്വീകരണ പഠനം, വിശദീകരണ പഠനം എന്നീ സംജ്ഞകൾ ഊന്നി പറഞ്ഞത് ആരാണ്? ലാംഗ്വേജ് വെർബൽ ലേണിംഗ്, സ്വീകരണ പഠനം റിസപ്ഷൻ ലേണിംഗ്, വിശദീകരണ പഠനം എക്സ്പോസിറ്ററി ലേണിംഗ്. അതിന്റെ ടേം അങ്ങനെയാണ്: വെർബൽ ലേണിംഗ്, റിസപ്ഷൻ ലേണിംഗ്, എക്സ്പോസിറ്ററി ലേണിംഗ്. ഇവയെക്കുറിച്ച് ഊന്നി പറഞ്ഞത് ആരാണ്? ഡേവിഡ് ഒസുബെല തന്റെ മീനിങ് വെർബൽ ലേണിംഗിൽ അഥവാ അർത്ഥപൂർണമായ ഭാഷാപര പഠനം എന്ന സിദ്ധാന്തത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട 3 സംജ്ഞകളാണ് ഭാഷാപര പഠനം, സ്വീകരണ പഠനം, വിശദീകരണ പഠനം എന്നിങ്ങനെ. ഓക്കെ, ഡേവിഡ് ഒസുബെല തന്റെ എന്തിലാണ്? ഡേവിഡ് ഒസുബെല തന്റെ മീനിങ് വെർബൽ ലേണിംഗ് ഭാഷാപര പഠന സിദ്ധാന്തത്തിൽ ഊന്നൽ നൽകി പറയുന്ന 3 പദങ്ങളാണ് ഭാഷാപര പഠനം, സ്വീകരണ പഠനം, വിശദീകരണ പഠനം എന്നിങ്ങനെ പറയുന്നത്. പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തതാണ് കർട്ട് ലെവിന്റെ മനഃശാസ്ത്ര ശാഖ അറിയപ്പെടുന്ന പേര്. കർട്ട് ലെവിന്റെ മനഃശാസ്ത്ര ശാഖ അറിയപ്പെടുന്ന ക്ഷേത്ര സിദ്ധാന്തം എന്നാണ്. ഫീൽഡ് തിയറി അഥവാ ക്ഷേത്ര സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുക. ക്ഷേത്ര സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുക. ഇനി ഇത് കണക്കിലെ ഗണിതത്തിലെ ടോപ്പോളജി എന്ന വിഭാഗവുമായി ബന്ധമുള്ളതിനാൽ ഇതിനെ ടോപ്പോളജിക്കൽ സൈക്കോളജി എന്നും വിളിക്കാറുണ്ട്. എന്താണ് ടോപ്പോളജിക്കൽ സൈക്കോളജി? ടോപ്പോളജിക്കൽ സൈക്കോളജി എന്നും വിളിക്കാറുണ്ട് കേട്ടോ. എഴുതി വെക്കണേ അവിടെ. ഗണിതത്തിലെ ടോപ്പോളജി എന്ന വിഭാഗവുമായി ബന്ധമുള്ളതിനാൽ ഇതിനെ ടോപ്പോളജിക്കൽ സൈക്കോളജി എന്നും വിളിക്കാറുണ്ട്. കർട്ട് ലെവിന്റെ മനഃശാസ്ത്ര ശാഖ അറിയപ്പെടുന്ന പേര് ക്ഷേത്ര സിദ്ധാന്തം എന്നാണ്. ഗണിതത്തിലെ ടോപ്പോളജി എന്ന വിഭാഗവുമായി ബന്ധമുള്ളതിനാൽ ടോപ്പോളജിക്കൽ സൈക്കോളജി എന്നും പറയുന്നു. സാമൂഹിക പഠന സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണ്? സാമൂഹിക പഠന സിദ്ധാന്തം ആരുടേതാണ്? ആൽബർട്ട് ബെന്തൂരയുടേതാണ്. ആൽബർട്ട് ബെന്തൂര. സാമൂഹിക പഠന സിദ്ധാന്തം ആരുടേതാണ്? ആൽബർട്ട് ബെന്തൂരയുടേതാണ്. അപ്പൊ ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ഭാഷാപര പഠനം, സ്വീകരണ പഠനം, വിശദീകരണ പഠനം എന്നിവയെക്കുറിച്ച് ഊന്നി പറഞ്ഞത് ആരാണ്? ഡേവിഡ് ഒസുബെൽ ആണ്. ഡേവിഡ് ഒസുബെൽ. അസുബെൽ എന്ന് എഴുതും കേട്ടോ.
ഇനി കർട്ടിലിവിന്റെ മനഃശാസ്ത്ര ശാഖ അറിയപ്പെടുന്ന ക്ഷേത്ര സിദ്ധാന്തം, ഫീൽഡ് തിയറി എന്നാണ്. മാത്സിലെ ടോപ്പോളജി എന്ന വിഭാഗവുമായി ബന്ധമുള്ളതിനാൽ ടോപ്പോളജിക്കൽ സൈക്കോളജി എന്ന് അറിയപ്പെടുന്നു. സാമൂഹിക പഠന സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണ്? ആൽബർട്ട് ബെന്തൂരയാണ് എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ ഡിയേഴ്സ്, അപ്പൊ ഏകദേശം ഈ ഒരു ക്ലാസ്സിലെ 12 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പഠിച്ചു വയ്ക്കുക, നന്നായി തന്നെ പഠിക്കുക, എഴുതി പഠിക്കുക, എഴുതി വെച്ച് പഠിക്കുക, വായിച്ചു പഠിക്കുക. ഇനി LPUP ആകുമ്പോഴത്തേനും ഈ നോട്ടെല്ലാം എവിടെ എന്നുള്ള രീതിയിലല്ല, ഇതെല്ലാം വ്യക്തമായി ഒരു ബുക്കിൽ തന്നെ എഴുതി അങ്ങ് വെച്ച് പഠിച്ചോളൂ. കേട്ടറ്റിനും LPUPക്കും പ്രയോജനകരമാകും. അപ്പം മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.